പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. മഹിഷി നിഗ്രഹത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പേട്ടതുള്ളൽ നടന്നത്. രാവിലെ 11 മണിയോടെ ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നതോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ നടന്നു. കൊറോണ മാനദണ്ഡ പ്രകാരമാണ് ചടങ്ങുകൾ നടന്നത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തിനിർഭരമായി ആദ്യം അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളി. 11 മണിയോടെ കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണപരുന്ത് വട്ടമിട്ട് പറന്നതോടെ അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളി ഇറങ്ങി. അമ്പലപ്പുഴ സംഘത്തിന് വാവരുപള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് പേട്ടതുള്ളി വാവരുസ്വാമിയുടെ പ്രതിനിധിയെ കൂട്ടി വലിയമ്പലത്തിലേക്ക്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ സംഘത്തിനോടൊപ്പം വാവര് പോയി എന്ന സങ്കല്പത്തിൽ വാവരുപള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളിയത്. ഗജവീരന്റെ അകമ്പടിയോടെയായിരുന്നു പേട്ടതുള്ളൽ. മഹിഷി നിഗ്രഹ സ്മരണകൾ ഉണർത്തിയാണ് പേട്ടതുള്ളൽ നടക്കുക. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങ് കൂടിയാണിത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ 50 പേർ വീതമാണ് പേട്ടതുള്ളലിൽ പങ്കെടുത്തത്. കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുള്ള സംഘാംഗങ്ങൾക്ക് മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നൽകിയത്. സാധാരണ തീർത്ഥാടകർക്ക് പേട്ടതുള്ളാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനം, എരുമേലി.